പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ ക്യാമറയിൽ കുറേ അധികം ട്രിക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ ട്രിക്കുകളൊക്കെ എവിടെയാണെന്നും പലർക്കും അറിയില്ല. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ട്രിക്കുകൾ അതും പലർക്കും അറിയില്ല. അപ്പോൾ ഈ ട്രിക്കുകൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ക്യാമറയുടെ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇവരൊക്കെ ഒരു സ്റ്റേഡിയത്തിൽ എവിടെയെങ്കിലും നിൽക്കുക. അപ്പോൾ അവരുടെ അടുത്തേക്ക് നമുക്ക് സെൽഫി എടുക്കാനായിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് തിരക്കിനിടയ്ക്കാണ് നമ്മളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയം നമ്മൾ ആ ഫ്രണ്ടിലത്തെ ക്യാമറയും നമുക്ക് 2 ക്യാമറയും ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. അതായത് ആ ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഓഡിയൻസ്, നമ്മുടെ അടുത്ത് നിൽക്കുന്നവരെയും പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന മോഹൻലാൽ മമ്മൂട്ടി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീഡിയോസ് സഹിതം നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ട്രിക്കാണ് പറയാൻ പോകുന്നത്. അത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം മോർ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് ഡബിൾ വ്യൂ വീഡിയോസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതേ രീതിക്ക് ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് നമ്മൾ ഇങ്ങനെ ക്യാമറ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൽഫി ക്യാമറ അത് മുകളിലായിട്ടും ഫ്രണ്ടിലത്തെ ക്യാമറ അതായത് റിയൽ ക്യാമറ അത് താഴെയായിട്ടുമാണ് കാണിക്കുന്നത്. അതേസമയം ഇങ്ങനെ പിടിച്ച് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫി ക്യാമറ ലെഫ്റ്റ് സൈഡിലോട്ട് മാറും, മറ്റേത് റൈറ്റ് സൈഡിലോട്ട്. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും ഈ രീതിയിൽ. ഇത് ഒരു ട്രിക്കാണ്. ഓക്കെ, ഇനി അടുത്ത ട്രിക്ക് ഇതേമാതിരി തന്നെ രണ്ടാമത്തെ ട്രിക്ക് മോറിൽ പോയിട്ട് അതുപോലെ തന്നെ പനോ എന്നും പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ട്. അതായത് നമുക്ക് അതായത് ഞാൻ പറഞ്ഞുതരാം ആദ്യമേ. പനോ എന്ന് പറയുന്നത് അത് മുന്നായിട്ട് അതിന് കാര്യം പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഒരു ഇത് ഫുള്ള് ഒരു ഫോട്ടോയ്ക്കകത്ത്, അതായത് ഒരു ക്യാമറയ്ക്കകത്തും ഇത് നമ്മുടെ ഇത്രയുള്ള ഭാഗമെല്ലാം വരുമായിരിക്കും. അതല്ലാതെ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളത്, അല്ലെങ്കിൽ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളത് ഇത്രയും വേണേലും റൊട്ടേറ്റ് ചെയ്ത് ഒരേ ഒരു ഫോട്ടോയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഒരേ ഒരു ഫോട്ടോയിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പനോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, പനോ എന്ന്. അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ വേണ്ട അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടുന്ന് വേണോ അവിടെ ആ പൊസിഷനിൽ നമ്മൾ നിന്നതിന് ശേഷം അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ മൂവ് ചെയ്ത് എവിടെ വരെ ഉള്ളത് വേണോ അത്രയും നമ്മൾ മൂവ് ചെയ്ത് എടുത്തു കഴിയുന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ഒരു ഇതിൽ തന്നെ വരും. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഒറ്റ ഒരു ഇതിൽ തന്നെ അത് അത്രയും ഒരു ഫോട്ടോയിൽ തന്നെ വരും. അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും നമുക്ക്. അപ്പൊ ഈ രീതിയിലാണ് അത് എടുക്കുന്നത്. ഇനി അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്, അതും ഈ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഫിലിം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഫിലിം. അപ്പൊ അതിൽ പോയിട്ട് നമുക്ക് ഇത് വീഡിയോസ് ഇതേ തരത്തിൽ നമുക്ക് വലിയ വീഡിയോസൊക്കെ, നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇങ്ങനെ ഫിലിമിൽ ചെയ്യുന്ന മാതിരി തന്നെ അതുപോലെ അടിപൊളി വീഡിയോസ് തന്നെ ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ നമുക്ക് അടിപൊളി വീഡിയോസ് എടുക്കാൻ പറ്റും ഈ ഫിലിം എന്നുള്ള ഒരു ഓപ്ഷനിൽ പോയിട്ട്. ഇത് മിക്കവാറും ആരും യൂസ് ചെയ്യാത്ത ഒരു ഓപ്ഷനാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, അതും ഇതുപോലെ തന്നെ മോർ എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഈ ഫിലിം എന്നുള്ള ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്ലോ മോഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ലോ മോഷനിൽ നമ്മൾ ഇത് ചെയ്തിട്ട് ഈ സ്ലോ മോഷനിൽ ഇത് ചെയ്തിട്ട് ഇതേമാതിരി തന്നെ സ്ലോ മോഷനിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ സ്ലോ മോഷൻ കാണിക്കത്തക്ക ഒന്നും കാണുന്നില്ല. അപ്പൊ ഇതേ രീതിയിൽ ഈ ഓപ്ഷനിൽ സ്ലോ മോഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്യാമറയിൽ തന്നെ ഇപ്പോൾ ഒരു വിധപ്പെട്ടവർക്കെല്ലാം അറിയാതെ അത് ഫോട്ടോയിൽ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുകയാണ്. അതിങ്ങനെയുള്ള ഒരു ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് നല്ല അടിപൊളി സീനൊക്കെ ഇങ്ങനെ നമുക്ക് ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഇത് മിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കാം, എന്നാലും അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് കാണും ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ഞാൻ ഇതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇതാണ് ഈ ഒരു ഇത്
ഇതേ രീതിയിൽ. ഇത് വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഇത് എല്ലാത്തിനും, ഇത് വീഡിയോയ്ക്കായാലും ഫോട്ടോയ്ക്കായാലും എല്ലാം ഇതേ രീതിയിൽ ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ അങ്ങോട്ട് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് അങ്ങോട്ട് കാണിച്ചത്. അപ്പോൾ ഈ ക്യാമറ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.